ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫൂട്ടർ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക എന്നൊക്കെ നോക്കാം. അതിനായിട്ട് നമ്മൾ ഇൻസേർട്ടിൽ പോയിട്ട് ഫൂട്ടർ എഡിറ്റ് ഫൂട്ടർ എടുക്കാം. ഫൂട്ടറിൽ ഡൗൺ ആരോ എടുത്തിട്ട് എഡിറ്റ് ഫൂട്ടർ എടുക്കാം. അപ്പോൾ നമുക്ക് കാണാം, എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് പേജിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫൂട്ടർ നെക്സ്റ്റ് സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫൂട്ടറിലേക്ക് പോകും. അവിടെ ഈവൻ പേജ് ഫൂട്ടർ എന്ന് കാണാം. അവിടെ നമുക്ക് എഡിറ്റ് എന്താണോ വേണ്ടത് അത് കൊടുക്കാം. നമുക്ക് പേജ് നമ്പറൊക്കെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് അടുത്ത ഫൂട്ടറിലേക്ക് പോകാൻ നെക്സ്റ്റ് സെക്ഷൻ എടുക്കാം. അപ്പോൾ നമ്മുടെ ഓഡ് പേജിലേക്ക് വന്നു. അവിടെ നമുക്ക് ഓഡ് പേജ് ഫൂട്ടർ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അവിടെ നിർത്തിയിട്ട് ഇപ്പം ഞാൻ പേജ് നമ്പർ കറണ്ട് പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് നമ്മൾ കൊടുത്ത ഫൂട്ടർ എഡിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ഏരിയയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഏരിയയിലേക്ക് വന്നു. നമുക്ക് ഫോർമാറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൂട്ടർ ഏരിയ നമ്മൾ എടുക്കാം. നമ്മുടെ ഫൂട്ടർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൂട്ടർ ഏരിയ നമ്മൾ ഓപ്പൺ എടുക്കാം. ഫൂട്ടർ ഏരിയ എടുത്തു. ഫൂട്ടർ ഏരിയ എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മുടെ ടൈപ്പ് ചെയ്ത ടൈറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഹോം ടൂൾ ബാറിലേക്ക് പോവാം. ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫോൺ സൈസ് കൂട്ടിയിടണമെങ്കിൽ ഫോൺ സൈസ് കൂട്ടി കൊടുക്കാം. നമുക്ക് കളർ വേണമെങ്കിൽ കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ബോൾഡ് ആക്കാം. ഇറ്റാലിക് വേണമെങ്കിൽ ഇറ്റാലിക്, എന്താണ് ഫോർമാറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കാം. അലൈൻമെന്റ് വേണമെങ്കിൽ അലൈൻമെന്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഫൂട്ടർ റിമൂവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ടിൽ പോയിട്ട് ഫൂട്ടർ എടുക്കാം, റിമൂവ് ഫൂട്ടർ കൊടുക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.